എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അറിയാത്ത ആളുകൾ, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകൾ വല്ലാത്ത മാനസിക സംഘർഷത്തിലും ഉത്കണ്ഠയിലും വെപ്രാളത്തിലുമായിരിക്കും ജീവിച്ചു പോകുന്നത് എന്ന് നാം അറിയണം. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും നേട്ടങ്ങളും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. നമ്മുടെ വ്യക്തിപരമായ കാര്യമായാലും കുടുംബാംഗങ്ങളുടെ കാര്യമായാലും സമൂഹത്തിൻ്റെ കാര്യമായാലും എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഉണ്ടായാലും കാര്യങ്ങളുടെ നല്ല പര്യവസാനം നമ്മുടെ കയ്യിലല്ലല്ലോ. എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ലഭിക്കുകയില്ലല്ലോ. എനിക്ക് സുഖവും സന്തോഷവും തന്നെ ഉണ്ടാകണം, നമ്മൾ ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും അങ്ങനെ തന്നെ ആവുകയില്ലല്ലോ. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗങ്ങളും കഷ്ടപ്പാടുകളും വരും, മരണങ്ങൾ സംഭവിക്കും, സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകും. പല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നമ്മളോട് വിരോധം വെച്ച് പുലർത്തും. അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളായി മാറും. അതുപോലെ പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ജോലിയിൽ പ്രയാസമുണ്ടാകും, സമൂഹത്തിൽ നിന്ന് പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? നിങ്ങൾ കണ്ടില്ലേ, ഇതുവരെ പ്രവർത്തിച്ചു വന്നിരുന്ന പാർട്ടി ഇലക്ഷനിൽ സീറ്റ് നൽകാത്തതിന് ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുക. ജോലി ഭാരം കൂടുതലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ചില ആളുകൾ ആത്മഹത്യ ചെയ്യുമെന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ചില ആളുകൾ നാട് വിട്ടുപോയിരിക്കുകയാണ്. ചിലർ ദേഷ്യം പിടിച്ച് കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്താ വിഷയം? എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ ആഗ്രഹിക്കും പോലെ ഈ ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ചോ? അതാണ് അതിന്റെ കാരണം. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ കഴിയണ്ടേ? സഹനം വേണ്ടേ? സഹനം, ക്ഷമ, അതാണ് ഒരു സത്യവിശ്വാസിയുടെ കരുത്ത്. പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, രോഗങ്ങളുണ്ടാകും, മക്കൾ മരണപ്പെടും, മാതാപിതാക്കൾ മരണപ്പെടും, പല പല പ്രയാസങ്ങളും വരും. അങ്ങനെ വരുമ്പോൾ അതെല്ലാം ക്ഷമിക്കാൻ സാധിക്കണം. പ്രയാസമുണ്ടാകുമ്പോൾ നമ്മോട് പറയാൻ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുകൾ സംഭവിക്കുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുകൾ സംഭവിച്ചാൽ നല്ല മനുഷ്യർ മുഅ്മിനീങ്ങൾ പറയേണ്ടത് നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളവരാ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇവിടെ ജനിച്ച് വളർന്ന് ജീവിക്കുന്നവരാ, നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരുമാണ്. ഈ വിശ്വാസം, ഈ സഹനം, ഈ ക്ഷമ, അതാണ് ഒരു സത്യവിശ്വാസിയുടെ കരുത്ത്. അമ്പിയാക്കന്മാർക്കെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് അൻആമിൽ 34-ാമത്തെ ആയത്തിൽ പറയുന്നു, വലഖദ് കുസിബത്ത് റുസുലും മിൻ ഖബ്ലിക. നബിയോട് പറയാ, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ അവരെ സമൂഹം കളവാക്കിയിട്ടുണ്ട്. ഫസബറു, അപ്പൊ അവർ ക്ഷമിച്ചു. അലാമാ കുസിബു, അവർ കളവാക്കിയ വിഷയങ്ങളിൽ. വഊദു, അവർ ധാരാളമായി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു, പീഡനങ്ങൾ അനുഭവിച്ചു. ഹത്താ അതാഹും നസ്റുന, നമ്മുടെ വിജയം അവർക്ക് കിട്ടുന്നതുവരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, പ്രവാചകനോട് പറയാ, താങ്കൾക്ക് മാത്രമല്ല മുമ്പുള്ള പ്രവാചകന്മാർക്കും പ്രയാസങ്ങളുണ്ടായി, പീഡനങ്ങളുണ്ടായി, ആ സമൂഹങ്ങൾ അവരെ കളവാക്കി. അപ്പോൾ ഫസബറു, അവർ ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ചപ്പോൾ ഹത്താ അതാഹും നസ്റുന, നമ്മുടെ സഹായം അവർക്ക് കിട്ടുന്നതുവരെ അവർ ക്ഷമിച്ചു എന്നാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞെടുത്ത് അവർ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും പറയുന്നുണ്ട്. വ ഇസ്മാഈല വ ഇദ്രീസ വ ദിൽകിഫൽ കുല്ലും മിനസ് സാബിരീൻ. സൂറത്തുൽ അംബിയായിലെ 85-ാമത്തെ ആയത്താണിത്. അള്ളാഹു പറയുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ദുൽകിഫൽ അലൈഹിസ്സലാം എല്ലാവരും കുല്ലും മിനസ് സാബിരീൻ, എല്ലാവരും
ക്ഷമാശീലരിൽപ്പെട്ടവരാകുന്നു എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ സമൂഹം തള്ളിക്കളഞ്ഞു, കുടുംബം ഉപദ്രവിച്ചു, പിതാവ് ഭീഷണിപ്പെടുത്തി, അവസാനം അദ്ദേഹത്തെ അവർ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞു, അപ്പോഴും ക്ഷമിച്ചു. അതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാം വളരെ മാരകമായ രോഗം പിടിപെട്ടു, ആളുകൾ വെറുത്തു തുടങ്ങി, പ്രയാസമായി. അപ്പോൾ ഇന്ന വജദ്നാഹു സാബിറ, അള്ളാഹു പറയാണ് നാം അദ്ദേഹത്തെ ക്ഷമിക്കുന്ന ആളായി കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, അയ്യൂബ് നബി അലൈഹിസ്സലാം എത്ര നല്ല അടിമയാണ്, അദ്ദേഹം തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങിയവനുമാകുന്നു എന്ന്. സൂറത്ത് സ്വാദിലെ 44-ാമത്തെ ആയത്താണിത്. ഒരുപാട് പ്രയാസങ്ങൾ അമ്പിയാക്കന്മാർക്കുണ്ടായി, സഹാബത്തിനുണ്ടായി, വേറെ നല്ല മനുഷ്യർക്കൊക്കെയും ഉണ്ടായി. അപ്പോ അള്ളാഹു പറയുന്നത് ക്ഷമിക്കണം എന്നാണ്. ഖുർആനിൽ സബർ എന്ന വാക്ക് അതിന്റെ ക്രിയാരൂപവും നാമരൂപവും കൽപ്പനാരൂപവും ഒക്കെയായി 103 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. സബർ, ഇസ്ബിറു, ഇസ്ബിർ, സബിറു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സബർ എന്ന വാക്കും അതിന്റെ വ്യത്യസ്ത രൂപങ്ങളുമായി 103 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. 45 സൂറത്തുകൾ ക്ഷമയെക്കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, ക്ഷമിക്കുക, സഹിക്കുക, നിന്റെ ക്ഷമ സബർ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. വലാ തഹ്സൻ അലൈഹിം വലാ തകൂ ഫീ ദീഖിൻ മിമ്മാ യംകുറൂൻ, ശത്രുക്കളായ ആളുകൾ അവരുടെ കാര്യം അതിൽ നീ സങ്കടപ്പെട്ട് നിൽക്കണ്ട. മാത്രമല്ല അവർ നിനക്കെതിരെ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അതിൽ നീ മാനസികമായി വിഷമിക്കുകയും വേണ്ട എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് ശത്രുക്കൾ മർദ്ദിച്ചു, വളരെയേറെ ഉപദ്രവിച്ചു. അങ്ങനെ തായിഫിലുള്ള കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയി അവരുടെ ഒരു സഹായവും സംരക്ഷണവും കിട്ടുമോ എന്ന് നോക്കി. അവിടെ എത്തിയപ്പോൾ അവരും തിരിച്ചയച്ചു, അവരും കല്ലെടുത്തെറിഞ്ഞു. ആ സമയത്തൊക്കെ തന്നെ ക്ഷമ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്ന കരുത്ത് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ നമുക്കൊന്നും ഇല്ലാത്ത വിധം ഉള്ള കഷ്ടപ്പാടുകളാണ്. ഇതൊന്നുമല്ല, അതിന്റെ അപ്പുറത്തുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മരിച്ചുപോയില്ലേ? ആൺകുട്ടികൾ 3 പേര് മരിച്ചില്ലേ? പെൺകുട്ടികൾ 3 പേര് മരിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോന്നോരോന്നായി മരിച്ചുപോയി. ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കുമ്പോൾ 1.5 വയസ്സാണ് പ്രായം, നബിയുടെ മകൻ. എല്ലാ മക്കളുടെയും പ്രായം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ആളുകൾ 28 വയസ്സൊക്കെയാണ് മക്കള്. ഇങ്ങനെ നമ്മുടെ ഒരാളുടെ മക്കൾ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെയാണത് സഹിക്കുക? ആളുകൾ എന്തൊക്കെയാ പറയാ? പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സഹിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. കരയാതിരിക്കുമോ? അപ്പൊ സഹാബിമാരിലൊരാൾ ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ നിങ്ങളും കരയാണോ? റസൂലല്ലേ, റസൂലാണല്ലോ. എന്നിട്ട് മകൻ മരിച്ചിട്ട് താങ്കളും കരയുകയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നഹാ റഹ്മ, ആ കരച്ചിൽ ഒരു കാരുണ്യം കൊണ്ട് കരഞ്ഞുപോയതാണ്. കുഞ്ഞുമോൻ മരിച്ചപ്പോ 18 മാസം മാത്രം പ്രായമുള്ള 1.5 വയസ്സായ ഒരു മോൻ മരിച്ചപ്പോ ഒരു പിതാവിന്റെ കാരുണ്യം അതാണ് കണ്ണുനീരായി വീണത്. എന്നിട്ട് പറഞ്ഞു ഇന്നൽ ഐന തദ്മഉ, കണ്ണുനീരൊഴിക്കും, പൊഴിക്കും. വൽ ഖൽബ യഹ്സുനു, ഹൃദയം ദുഃഖിക്കും. വലാ നഖൂലു ഇല്ലാ മാ യുർലി റബ്ബന, അങ്ങനെ പ്രയാസമൊക്കെ ഉണ്ടായാലും കരഞ്ഞാലും സങ്കടപ്പെട്ടാലും നമ്മുടെ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയില്ല. റബ്ബിന് തൃപ്തിപ്പെടാത്ത ഒരു കാര്യം ഈ ആഘാതമുണ്ടായാലും നമ്മൾ പറയില്ല. വ ഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, അല്ലയോ ഇബ്രാഹിം പൊന്നുമോനെ, നിന്റെ വേർപാടിൽ ഞാൻ വളരെ ദുഃഖിതനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കാലത്ത് ഒരു സ്ത്രീ വന്ന് ഖബറിന്റെ അടുത്ത് കരയുകയാണ്, ബന്ധപ്പെട്ട ആളുകൾ മരിച്ചപ്പോൾ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട് കരയരുത്, ക്ഷമിക്കണമെന്ന്. ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഇത് റസൂലുള്ളാഹിയാണ് പറഞ്ഞത് എന്ന്. അപ്പൊ അവര് പറഞ്ഞു, എന്റെ ദുഃഖം എനിക്കറിയാം, നിങ്ങൾക്കല്ലല്ലോ ഈ വിഷമമുണ്ടായത് എന്ന് അല്പം ഒരു കട്ടിയിൽ, കാഠിന്യത്തിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞു. അവിടെ വെച്ച് അവരെ ഉപദേശിക്കാൻ എന്നാൽ അത് കൂടുതൽ പ്രയാസമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ സഹാബത്ത് ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല, അള്ളാന്റെ റസൂലാണ് നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞത്. അങ്ങനെ ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലേ ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് താങ്കളാണ് എന്ന് മനസ്സിലായിരുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നമസ്സബറു ഇൻദ സദ്മത്തിൽ ഊല. അതെ, ക്ഷമിക്കാന്ന് പറഞ്ഞത് നന്നായി, പക്ഷെ ക്ഷമിക്കേണ്ടത് എപ്പോഴാണ്? ഇന്നമസ്സബറു ഇൻദ സദ്മത്തിൽ ഊല. ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ സമയത്ത് ക്ഷമിക്കാൻ കഴിയണം. വിഷമങ്ങൾ, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, ദുരിതം, പ്രയാസം, മരണം, രോഗം, സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഇൻദ സദ്മത്തിൽ ഊല, ആദ്യത്തെ ആഘാതത്തിൽ ക്ഷമിക്കാൻ കഴിയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു. നമ്മൾ വെപ്രാളപ്പെടരുത്. രോഗം പിടിച്ച ഒരാൾ, പനി പിടിച്ച ഒരാൾ, ഒരു സഹാബി ആകെ ശപിക്കാൻ തുടങ്ങി, ഇത് എന്തൊരു രോഗമാണ്, എന്തൊരു പനിയാണ് എന്നൊക്കെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ രോഗത്തെ ശപിക്കുകയും ചെയ്യരുത്. ലാ തസുബ്ബുൽ ഹുമ്മ, നീ ഈ പനി പിടിച്ചതിന് പനിയെ ചീത്ത പറയരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം, മനുഷ്യന്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും. ഇപ്പൊ രോഗം പിടിച്ചാൽ സഹിക്കുക, ക്ഷമിക്കുക, അത് നിനക്ക് ഉപകാരപ്പെടും. ക്ഷമിക്കാതെ രോഗത്തെ കുറ്റം പറഞ്ഞ് അല്ലെ അള്ളാഹുവിനെ ചീത്ത പറഞ്ഞ് നിന്നാൽ അത് വലിയ പാപമായി മാറുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഏതൊരു മുസ്ലിമിന് ഒരു മുസീബത്ത് സംഭവിച്ചാൽ ഫയഖൂലു മാ അമറഹുല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ ഫീഹാ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരാപത്ത് സംഭവിച്ചാൽ അല്ലാഹു തആല കൽപ്പിച്ച പ്രകാരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അല്ലാഹുക്കുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, പടച്ചവനെ എനിക്ക് സംഭവിച്ച ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ്നി ഖൈറൻ മിൻ ഹാദാ, ഇതിനേക്കാൾ നല്ല ഒരു കാര്യം, അവസ്ഥ എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അതിനേക്കാൾ നന്മയുള്ളത് അവന് നൽകും എന്നാണ്. അതിനൊക്കെ പാകമാകേണ്ടത് നമ്മുടെ മനസ്സാണ്. ഇപ്പോ വിഷമിക്കുന്ന ആളുകൾ നോക്കണം, അതിനേക്കാൾ വിഷമമുള്ള ആളുകളെ താഴോട്ട് നോക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരെ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾ നിങ്ങളെക്കാൾ മേലെയുള്ളവനെ നോക്കാതിരിക്കുക. ഇപ്പൊ രോഗം പിടിച്ചു, 2 ദിവസം ഹോസ്പിറ്റലിലായി. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ആയി ചികിത്സിച്ച് കിടക്കുന്ന ആളുകളുണ്ട്. അവരെക്കാൾ അൽഹംദുലില്ലാ ഞാൻ 2 ദിവസം കടന്ന് രോഗം മാറിപ്പോന്നല്ലോ. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് നാട്ടിൽ, എന്നാൽ എനിക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. അല്ലേ, വീടില്ലാതെ കടത്തിണ്ണയിൽ അല്ലെങ്കിൽ വഴിയിൽ, റോഡരികിൽ, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റോപ്പിൽ ഒക്കെ കിടന്നിറങ്ങുന്ന കുടുംബങ്ങളില്ലേ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്ന ഒരു കുടുംബം. അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളില്ലേ, നമുക്ക് ചെറുതാണെങ്കിലും മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കിടക്കാവുന്ന ഒരു ചെറിയ കൂരങ്കയിലും ഇല്ലേ. അപ്പൊ നാം നോക്കേണ്ടത് താഴോട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും, വെപ്രാളമില്ലാതെ നമുക്ക് ജീവിക്കുവാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പാഠം, ജീവിതം, അള്ളാഹുവിന് ശുക്ർ പറഞ്ഞ് അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ് കേട്ടോ. മുഅ്മിനീങ്ങളുടെ കാര്യം അത്ഭുതമാണ്. കാരണം എന്താ?
ഫൈന അംറഹു കുല്ലഹു ഖൈറുൻ ലഹു, കാരണം അവന്റെ എല്ലാ കാര്യവും അവന് ഖൈറാണെന്നാണ്. മൂമിനായ മനുഷ്യന് ഒരു നല്ല കാര്യം കിട്ടി, ഒരു സന്തോഷം, അപ്പൊ എന്ത് ചെയ്യും? ഷക്കറ, അവൻ ശുക്ർ ചെയ്യും, അള്ളാഹ്ക്ക് നന്ദി കാണിക്കും. അൽഹംദുലില്ലാ, പണം കിട്ടി, ആരോഗ്യമുണ്ടായി, നല്ല മക്കളെ കിട്ടി, നല്ല ഇണയെ കിട്ടി, അങ്ങനെ നല്ലത് കിട്ടുമ്പോൾ ശുക്ർ ചെയ്യുന്ന ഒരു കാര്യം അത് മൂമിനായ മനുഷ്യനുണ്ടാകും. എന്നാൽ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലോ അവൻ സ്വബറ, അവൻ ക്ഷമിക്കും. അതും ഫകാന ഖൈറൻ ലഹു, അവൻ ഉപകാരമായി. ക്ഷമക്ക് കൂലിയുണ്ടല്ലോ. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു തആല ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അസ്സബറു നിസ്ഫുൽ ഈമാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബർ, ക്ഷമ, സഹനം ഈമാനിന്റെ പകുതിയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂമിനായ മനുഷ്യന് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും സന്താപമായാലും ഒന്നുകിൽ അവൻ ശുക്ർ ചെയ്യും, അല്ലെങ്കിൽ അവൻ ക്ഷമിക്കും. ഇത് മൂമിനായ മനുഷ്യന്, മുസ്ലിമായ മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാം സ്വയം ശീലിക്കേണ്ടത് ക്ഷമിക്കാനാണ്. സഹനം ഒരു കരുത്തായി, ഞാൻ വെപ്രാളപ്പെടേണ്ടതില്ല, ഉത്കണ്ഠപ്പെടേണ്ടതില്ല, ആത്മഹത്യ ചെയ്യേണ്ടതില്ല, ആരുടെ മുമ്പിലും ദേഷ്യം പിടിക്കേണ്ടതില്ല, എല്ലാം ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിച്ചതിന്റെ ഫലം അത് അല്ലാഹു തആല നമുക്ക് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ.